നമസ്കാരം. ക്ഷിപ്രപ്രസാദിയാണ് മഹാദേവൻ, അതേപോലെ തന്നെ ക്ഷിപ്രകോപിയുമാകുന്നു. മഹാദേവനെ ആരാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആ വ്യക്തികളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും. അത്തരത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന പരമശിവനുമായി ബന്ധപ്പെട്ട ഒരു ചക്രമാണ് ഇത്, അഘോര ശിവചക്രം. ഈ ചക്രത്തിൽ തന്നിരിക്കുന്ന ഈ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. അതിനായി ഏവരും സാക്ഷാൽ മഹാദേവനെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട്, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകണം എന്ന പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു നമ്പർ ഈ ചക്രത്തിൽ നിന്നും തിരഞ്ഞെടുക്കുക. അതിനായി ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിയണം എന്നും പരമശിവന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച വന്ന് ചേരണം എന്നും ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പറയാം. അതിനു മുന്നോടിയായി ഏവരും കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന നമ്പർ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും സാക്ഷാൽ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമഃശിവായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിയുവാൻ ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പ്രദോഷ പൂജയുടെ ഭാഗമാകുവാൻ ശ്രമിക്കുക. ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പറാണ്, അതായത് നമ്പർ 1 തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അത് ഉടനെ തന്നെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. പക്ഷേ ഉടനെ തന്നെ സംഭവിക്കാനുള്ള സാധ്യത അല്പം കുറവാണ് എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ ചില തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു. അതേപോലെ തന്നെ മാർഗതടസ്സത്താലും നിങ്ങൾ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അത്തരം തടസ്സങ്ങൾ ഒഴിയുക തന്നെ ചെയ്യും. സാക്ഷാൽ പരമശിവന്റെ ദേവന്മാരുടെ ദേവനായ സാക്ഷാൽ മഹാദേവന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം നിങ്ങൾക്ക് കേൾക്കുവാൻ പോലും, അതായത് ഈ വീഡിയോ കേൾക്കുവാൻ പോലും സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നേടേണ്ട നിരവധിയാർന്ന ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ കഠിനമായി പ്രയത്നിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ പെട്ടെന്ന് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എടുത്തുചാടി മുന്നോട്ട് പോകുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ആ കാര്യവും ശ്രദ്ധിക്കേണ്ടതാകുന്നു. മറ്റുള്ളവർക്ക് ഉയർച്ചയാണ് വന്നു ചേരുന്നത്. നിങ്ങളോടൊപ്പമുള്ള പല വ്യക്തികളും ഉയർച്ച നേടി മുന്നോട്ട് പോകുന്നവരാകുന്നു. എന്നാൽ നിങ്ങൾക്ക് അത്തരത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് വിഷമങ്ങളുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ അത്തരം കാര്യങ്ങൾക്ക് സാക്ഷാൽ ഭഗവാന്റെ കടാക്ഷത്താൽ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഉടനെ തന്നെ മാറ്റങ്ങൾ സംഭവിക്കണം എന്നില്ല. അല്പം കാലതാമസം നേരിടാവുന്നതാകുന്നു. 28 ദിവസങ്ങൾക്ക് ശേഷം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്നു വരും. ആ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ചില കാര്യങ്ങൾ മാറി ചിന്തിക്കണം എന്ന ചിന്താഗതി നിങ്ങളിലേക്ക് വന്നു ചേരും. ചില വഴികൾ നിങ്ങൾക്ക് തെളിയും. ആ വഴികളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും 28 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് അനുകൂലമായ ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോകുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം,
നിങ്ങളുടെ മനസ്സിലുള്ള ചില ആഗ്രഹങ്ങൾ അത് എന്തു തന്നെയാണ് എങ്കിലും അതിൽ എല്ലാം നടക്കില്ല എങ്കിൽ പോലും ചിലത് നടക്കും എന്ന് തന്നെയാണ് ഫലം. ഉറപ്പായും നടക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. 10 ദിവസങ്ങൾക്കകം ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് വേണ്ടതാകുന്നു. ശുഭാപ്തി വിശ്വാസം നിങ്ങളിൽ ഇല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതിന് അത് തടസ്സങ്ങൾ സൃഷ്ടിക്കും. പലപ്പോഴും നിങ്ങൾക്ക് ദുഃഖങ്ങളും വിഷമങ്ങളും അതേപോലെ ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായി വരാം. എന്നാൽ ശുഭാപ്തി വിശ്വാസം ഒരിക്കലും നിങ്ങൾ കളയുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അവകാശപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നേടുവാൻ സാധിക്കാതെ നിങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ ഓർത്ത് മുന്നോട്ട് പോവുക. തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തടസ്സങ്ങൾ വന്നു ചേരും. എന്നാൽ മറ്റുള്ളവർ മുതലെടുക്കുന്ന അവസരങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. അതിനുള്ള സാധ്യത ഇനിയുമുണ്ട്. അതിനാൽ തന്നെ സൂക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. എന്നാൽ അതൊരിക്കലും തട്ടിക്കളഞ്ഞ് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. സത്യസന്ധരാണ് നിങ്ങൾ, സത്യമുള്ള വ്യക്തികൾ തന്നെയാണ് എന്ന് പറയാം. അതിനാൽ മഹാദേവൻ ഒരിക്കലും നിങ്ങളെ കൈവിടുന്നതല്ല. ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. നിങ്ങൾ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. 3ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. മഹാദേവന്റെ കടാക്ഷം നിങ്ങളിലുണ്ട്. അത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ നടക്കണം എന്ന് അതിയായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നടക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സന്തോഷം പകരുന്നതിനോടൊപ്പം ജീവിതത്തിൽ അത് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകും. അത്തരം കാര്യങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിശ്ചയമായും ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ നിങ്ങൾ അതിനായി മുന്നിട്ടിറങ്ങേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആ കാര്യങ്ങൾ നടക്കും എന്ന ചിന്തയോടെ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയാണ് എങ്കിൽ ഫലം ലഭിക്കുന്നതല്ല. എന്നാൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തടസ്സങ്ങൾ അല്പം വന്ന് ചേരും എങ്കിൽ പോലും അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാനും അഥവാ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഭയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും കടന്ന് വന്നിട്ടുള്ളതാകുന്നു. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിങ്ങളിൽ വന്ന് ചേരുന്നതുമാണ്. എന്നാൽ ഭയം മാറ്റി നിർത്തണം എന്ന് തന്നെ പറയാം. ഭയം ഒരിക്കലും പാടുള്ളതല്ല. അത് നിങ്ങളുടെ വിജയങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായി തീരും. അതിനാൽ ഭയമില്ലാതെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും. മറ്റുള്ളവർ ഈ അവസരങ്ങൾ മുതലെടുക്കുന്നു എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള അവസരങ്ങൾ ഇനി ഒരിക്കലും നിങ്ങളായി തന്നെ ഒരുക്കുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കാവുന്നതാണ്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു. എന്നാൽ പരമശിവനെ നിങ്ങൾ നിത്യവും ആരാധിക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതാകുന്നു. നെഗറ്റീവായ ചിന്തകൾ കടന്നു വരുന്നു. അതിനാൽ തന്നെ ഒരു കാര്യവും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനോ ചിന്തിക്കുവാനോ സാധിക്കാത്ത അവസ്ഥ. തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. മാർച്ച് മാസത്തിന് ശേഷം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് മംഗളകരമായി ഭവിക്കും. അഥവാ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ചേരുന്നതാകുന്നു.
തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. 4-ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുന്ന അവസരങ്ങൾ കടന്നു വരുന്നതാകുന്നു. ആഗ്രഹങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ കടന്നു വരും എന്ന് തന്നെയാണ് ഫലമായി പറയുവാൻ സാധിക്കുക. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിൽ അത്തരം സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതിനുള്ള ചില സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ തെളിയുമ്പോൾ നിങ്ങൾ തീർച്ചയായും മുൻപോട്ട് പോകണം എന്ന് തന്നെ പറയാം. നിങ്ങൾ ഒരു കാര്യം വിചാരിച്ച് ആ കാര്യം നടക്കണം എന്ന ചിന്തയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിശ്ചയമായും അത് നടക്കും എന്ന് തന്നെയാണ് ഫലം. മറ്റു പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ പോലും അത് നേരിടുവാനും മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആരംഭിക്കുക എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട്. പ്രധാനമായും 2 മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായ കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കും. അതിന് മുന്നേ തന്നെ ഇത്തരം കാര്യങ്ങൾ വന്നു ചേരുകയും അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുന്നതിലൂടെ 2 മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുകയോ അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുകയോ ചെയ്യാവുന്നതാകുന്നു. അത്ഭുതങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാൽ മഹാദേവന്റെ കടാക്ഷത്താൽ വന്ന് ചേരാവുന്നതാകുന്നു. ഇഷ്ടദേവതയെ നിങ്ങൾ പ്രാർത്ഥിക്കുക. സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ നിങ്ങൾ തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. 5-ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾ അറിയേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായുമുള്ള ചില ആഗ്രഹങ്ങൾ നടക്കണം എന്ന് അതിയായി ആഗ്രഹിച്ച് മുന്നോട്ടു പോകുന്ന ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. ഈ മാസം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി തന്നെ വന്നു ഭവിക്കാം. അതിനായി നിങ്ങൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യത്തിനും തിടുക്കം പാടില്ല എന്ന കാര്യമാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വെപ്രാളം ഉപേക്ഷിക്കുക തന്നെ വേണം. വളരെ ചിന്തിച്ച് തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാകുന്നു. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നുകൊണ്ടേ ഇരിക്കൂ. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ശാന്തമായി തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാകുന്നു. ഒരിക്കലും ധൃതി പിടിച്ച് ഒരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്ന് തന്നെ നടന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് ജീവിതത്തിൽ നടക്കണം എന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ നടക്കണം എന്ന് വിചാരിക്കുന്ന അത്തരം കാര്യങ്ങൾക്ക് അല്പം തടസ്സങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അത് നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഒഴിവാക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. സഹായഹസ്തം നിങ്ങൾക്ക് ലഭിക്കും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചില സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ പല രീതിയിൽ വളരെ അനുകൂലമാക്കി തീർക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നതിനും കാരണമായി തീരും. പല പ്രശ്നങ്ങൾക്കും അത് പരിഹാരമായി തീരും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ ഇത്തരം സഹായങ്ങൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഒരു കാര്യവും നിങ്ങൾ ജീവിതത്തിൽ ശരിയായ രീതിയിൽ നടക്കില്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. കാര്യങ്ങൾ നടക്കും, അതെനിക്ക് അനുകൂലമായി തീരും എന്ന ചിന്തയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് മനസ്സിലാക്കുക.